മരണസമയത്ത് നാം എന്ത് ചിന്തിക്കുന്നു എന്നത് പുനർജന്മത്തിൽ പ്രതിഫലിക്കും എന്ന് പുരാണങ്ങളിൽ ഭരതന്റെ കഥയിലൂടെ കേട്ടിട്ടുണ്ട്. പോരാ, കേട്ടത് ശരിയായിട്ടില്ല, കുറച്ചും കൂടി നന്നായി കേൾക്കണം. കാരണം അവസാനത്തെ ചിന്ത മാത്രമല്ല, ഏതാണോ നിരന്തരം നമ്മൾ താലോലിക്കുന്ന ചിന്ത, അതാണ് നമ്മളെ അധികം സ്വാധീനിക്കുക. അവസാന കാലത്തുള്ള ചിന്ത ഒട്ടും സ്വാധീനിക്കില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് നിരന്തരമായി നമ്മളിലുണ്ടാകുന്ന ചിന്തയാണ് ഏറെ സ്വാധീനിക്കുക. അതാണ് സംസ്കാരം വഴി അവസാന കാലത്തും വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം പറയാം. അങ്ങനെയെങ്കിൽ, അങ്ങനെയല്ല, മനസ്സിലാക്കിയെടുത്ത് കുറച്ചൊരു പിഴവുണ്ട്. പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ധന്യമായ ആധ്യാത്മിക ജീവിതത്തിലൂടെ നേടിയെടുത്ത ചിത്തശുദ്ധിയും ആത്മവിചാരവും ഇത്തരത്തിൽ നഷ്ടമാകാനിടയില്ലേ? അയ്യോ, നേരെ വിപരീതമാണല്ലോ ചോദ്യം. ഒന്നാം വിഭാഗത്തിന് എന്ത് പറ്റിപ്പോയി? കാരണം അങ്ങനെയെങ്കിൽ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഗൃഹസ്ഥാശ്രമിക്ക് പ്രതിസന്ധിയുള്ളോ? ബ്രഹ്മചാരിക്ക് പ്രതിസന്ധിയില്ലേ? ബ്രഹ്മചാരിക്കല്ലേ അധികം പ്രതിസന്ധി. പോട്ടെ, വാനപ്രസ്ഥന് പ്രതിസന്ധി ഇല്ലേ? സന്യാസിക്ക് പ്രതിസന്ധി ഇല്ലേ? ആർക്ക് ശ്വാസമുണ്ടോ അവർക്കൊക്കെ പ്രതിസന്ധിയുണ്ട്. പ്രതിസന്ധി ഇല്ലാത്തവരാരുമില്ല. ഓരോരുത്തരും വിചാരിക്കും എൻ്റെ പ്രതിസന്ധിയാണ് വലുതെന്ന്. പല്ലുവേന വരുമ്പോൾ അതാ ഏറ്റവും വലിയ വേന പറയും. ചെയ്വേനയോ? അയ്യോ, പല്ലുവേനൊന്നും ഒന്നുമല്ലപ്പനെ, ചെയ്വേന. ചില ജാതി വയറുവേന ഉണ്ട്. അയ്യോ, അതിൻ്റെ മുമ്പിൽ ചെയ്വേന ഒന്നുമല്ല. അപ്പം ഏതാപ്പോൾ വലിയ വേന? ഒക്കെ കണക്ക് തന്നെയാ, അത്രയേ ഉള്ളൂ. ഇത് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രതിസന്ധി. അത് ചിലർ ചോദിക്കാറുണ്ട്, സ്വാമി എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? എനിക്ക് വന്നുകൊണ്ടാണ് എനിക്ക് സങ്കടം. ഏത് മറ്റു അയൽവാസിക്കാൻ വെച്ചാൽ സന്തോഷം. എന്തൊരു കഷ്ടമാണ് ഇത്. ഓരോരുത്തരും എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധിയുണ്ട്. ബ്രഹ്മചാരിയുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി എന്താ? അയ്യോ, പഠിക്കണ്ടേ? അത് ദിവസമുള്ള പഠിച്ച്, പിറ്റേന്ന് പഠിച്ചത് ആൾക്ക് ചൊല്ലിക്കൊടുത്ത്, എന്നിട്ട് ഏറ്റുപഠിച്ച് പരീക്ഷയിൽ പാസ്സായി. എന്തൊക്കെ കഷ്ടപ്പാട്! ബ്രഹ്മചാരിയുടെ കഷ്ടപ്പാട് എന്തൊക്കെയാ! ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു ഭഗവാനെ എന്ന് തോന്നും. സ്കൂളൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, കോളേജൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അപ്പം ആർക്കാ പ്രതിസന്ധി? ശരി, അങ്ങനെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു, കുടുംബജീവിതത്തിലേക്ക് പോന്നു. ഒല്ലാപ്പ്, അങ്ങോട്ട് നോക്കാൻ വയ്യ, അങ്ങോട്ട് നോക്കാൻ വയ്യ, അപ്പുറത്തേക്ക് തിരിയാൻ വയ്യ. അവൻ്റെ മുഖം കാണണം, അവളുടെ മുഖം കാണണം, ഇല്ല എന്തൊക്കെ കാണണം. അയ്യോ, വയ്യ, ഇത്ര വൃത്തികേട്ടൊന്നുമില്ല. അങ്ങനെ വേഗം വാനപ്രസ്ഥത്തേക്ക് പോയാൽ മതി എന്നായി. വാനപ്രസ്ഥത്ത് പോയി നോക്കുമ്പോഴോ അതിൻ്റെ കഷ്ടപ്പാട് എത്രയാ! അത് വേറെ കഷ്ടപ്പാട്. കിടക്കാൻ സ്ഥലമുണ്ടോ? കാട്ടിൽ കിടക്കണ്ടേ? അപ്പോഴാ തേള് കുത്തുന്നത്. വീട്ടിലൊക്കെ ആണെച്ചാൽ വാതിലും ജനവാലും അടച്ചാൽ പാമ്പെങ്കിലും കയറി വരില്ല എന്ന് വിചാരിക്കുക. ഇത് പാമ്പിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. എന്താ ചെയ്യുക? ആകെ പ്രശ്നം തന്നെ. മഴയത്ത് കയറി നിൽക്കാൻ സ്ഥലമുണ്ടോ? തണുപ്പിന് വല്ലതും ഉണ്ടോ? സന്യാസി ആയാൽ സുഖമായി എന്ന് വിചാരിച്ചു. സന്യാസി ആകുമ്പം ഭിക്ഷ തണ്ടി എപ്പോഴാണ് കിട്ടുകയെന്നറിയോ? ചാപ്പാട് കിട്ടണ്ടേ? ഇനി അങ്ങനെ നല്ല സ്വാമി ആശ്രമമുണ്ട്, അവിടെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ട്. എളുപ്പമെന്ന് വിചാരിച്ചോ? മഠാധിപതിയെ സന്തോഷിപ്പിക്കാനുള്ള പണി. അത് കഴിഞ്ഞ് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഒരു 100 വീട് നടത്തുന്നതിനേക്കാൾ വലിയ കഷ്ടമാണ് ഒരാശ്രമം നടത്തുക. അപ്പോൾ മഠാധിപതിയുടെ കഷ്ടപ്പാട് എത്രയാ? മറ്റേയാളെ കഷ്ടപ്പാട് എത്രയാ? ഒക്കെ പ്രശ്നം തന്നെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നം. അതെ, വസ്ത്രമുള്ളവന് വസ്ത്രം സൂക്ഷിക്കാൻ പണി, വസ്ത്രം ഇല്ലാത്തവന് ഇല്ല എന്നുള്ള വിഷമം, ഉള്ളവനോ ഉണ്ടായിട്ടുള്ള വിഷമം. ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊന്നും അർത്ഥമില്ല. അപ്പം കഷ്ടപ്പെട്ട് നേടിയ ആധ്യാത്മിക സാധന എവിടെ നഷ്ടപ്പെടില്ല. ഒരു ജീവിതത്തിൽ നേടിയെടുത്ത ചിത്തശുദ്ധിയും ആത്മവിചാരവും ഇത്തരത്തിൽ നഷ്ടമാകാനിടയിൽ എത്തരത്തിൽ നഷ്ടമാവുക?
ചിത്തശുദ്ധി നേടിയിട്ടുണ്ടെങ്കിൽ മരണകാലത്ത് നല്ല ചിന്തയെ വരുള്ളൂ. അല്ല ചിത്തശുദ്ധി നേടിയിട്ടില്ല, വെറുതെ സങ്കല്പിച്ചതാ. എന്ത് ചിത്തശുദ്ധി നേടി എന്ന് വെറുതെ സങ്കല്പിച്ചുണ്ടാക്കിയതാ. ചിത്തശുദ്ധി നേടിയിട്ടുണ്ടെങ്കിൽ നല്ല ചിന്തയെ വരുള്ളൂ. ആ അല്ല സ്വാമി, എനിക്ക് കുശുമ്പ് വരുന്നുണ്ട്, നിന്റെ ഉള്ളു നന്നല്ല, അതുകൊണ്ടാണ്. നീ നന്നെന്ന് വെറുതെ വിചാരിച്ചതാണ്. ഉത്തരത്ര ലളിതമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ഗൃഹസ്ഥാശ്രമി എന്ത് ചെയ്യണം? കയ്യിലിരിപ്പ് നന്നാക്കണം. അതന്നെ, വേറൊന്നും വേണം. കയ്യിലിരിപ്പ് നന്നാക്കിയാൽ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. വേറെ യാതൊന്നും ആവശ്യമില്ല.